ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു തനി നാടൻ റെസിപ്പിയായ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കി. അത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു അമേരിക്കൻ ഡിഷ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ ടെയിൽ ആണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ലോബ്സ്റ്റർ ടെയിൽ. അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഇത് എങ്ങനെയാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വീട്ടിൽ ട്രൈ ചെയ്തു, നന്നായി വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താലോ എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോബ്സ്റ്റർ ടെയിൽ അമേരിക്കൻ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ലോബ്സ്റ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം. ഞാൻ ഇതിൻ്റെ മീറ്റ് ഈ ഷെല്ലിന് മുകളിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഈ ഷെല്ല് നമ്മൾ കളയാനുള്ളത്, എന്നാലും അതിന് മുകളിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനൊരു 7 ലോബ്സ്റ്റർ ടെയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്നെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഞാനിത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ നടുക്കോടെ ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ടെയിലിൻ്റെ ആ തുടങ്ങുന്ന അവിടെ വരെ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് കട്ട് ചെയ്യരുത്. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യണം. അതിന് ശേഷം ഇതിൻ്റെ ആദ്യത്തെ ഷെല്ലിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇതുപോലെ എടുത്ത് കളയണം. കണ്ടോ, ഇതുപോലെയൊക്കെ എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിരലുപയോഗിച്ച് ഇതുപോലെ ഈ മീറ്റിൻ്റെയും ഷെല്ലിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ വിരലുപയോഗിച്ച് ഈ മീറ്റ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അത് 2 സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ മറ്റേ സൈഡോടെ നമുക്ക് ഇതുപോലെ ലൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മീറ്റ് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഷെല്ല് ഒന്ന് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കതിൻ്റെ അകത്തുകൂടെ നമ്മളിങ്ങനെ ലൂസാക്കി, അത് ഓൾറെഡി ലൂസായിരിക്കും, നമ്മൾ പതുക്കെ ഇങ്ങ് ലിഫ്റ്റ് ചെയ്താൽ മതി. അത് എളുപ്പത്തിൽ ഇങ്ങ് പോരും. കണ്ടല്ലോ. അപ്പം നമ്മുടെ ലോബ്സ്റ്ററിൻ്റെ മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം നമ്മളതിൻ്റെ ആ ഷെല്ലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ മീറ്റ് എടുത്ത് വെക്കണം. അപ്പോൾ എന്തെങ്കിലും ഷെല്ലിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ലോബ്സ്റ്ററും ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് നടുക്കൊരു വെയിൻ കാണും. അത് നമ്മൾ എടുത്ത് കളയണം. ഇന്ന് ഇത് കട്ട് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല, പക്ഷേ ചിലപ്പോൾ കാണാറുണ്ട് അതിന് നടുക്കോടെ ഒരു വെയിന്. അത് നമ്മൾ കാണുവാണെങ്കിൽ പ്രത്യേകം എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ ലോബ്സ്റ്ററും ഇതുപോലെ മീറ്റ് പുറത്തെടുത്ത് വെച്ചു. കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ പോകണം. ഞാനിത് ബേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 350 ഡിഗ്രിയിൽ നമ്മളിത് ബേക്ക് ചെയ്യണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബട്ടർ, പിന്നെ ഗാർലിക്, പിന്നെ കുറച്ച് പാഴ്സ്ലി, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുക്കണം, പിന്നെ കുറച്ച് പപ്രിക്ക, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്. ഇത്രയാണ് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കതിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക്കും പിന്നെ കുറച്ച് പാഴ്സ്ലി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. 1 പിഞ്ച് സോൾട്ട് കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്, കാരണം അത് അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഈ ലോബ്സ്റ്റർ മാരിനേറ്റ് ചെയ്യുന്നത്. ഈ ബട്ടർ നമുക്ക് ഓരോ ലോബ്സ്റ്ററിൻ്റെ മുകളിലും അകത്തും എല്ലായിടത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ചെയ്തെങ്കിലേ ഉള്ളൂ ഈ ലോബ്സ്റ്റർ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തോടെ ഞാൻ നന്നായിട്ട് അകത്തും സൈഡിലും എല്ലാം നന്നായിട്ട് ബ്രഷ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ മിച്ചിരിക്കുന്ന ഗാർലിക്ക് അല്ലെങ്കിൽ പാഴ്സ്ലി ഉള്ള ആ മിക്സ്, കുറച്ച് പീസസ് ഉള്ളത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എടുത്ത് വെക്കാം. അതിനുശേഷം ഞാൻ 1 പിഞ്ച് പപ്രിക്ക ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കുക്ക് ചെയ്ത് വരുമ്പോൾ കളറൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതിനു വേണ്ടിയാണ് ഇത് ഇടുന്നത്. കണ്ടോ, ഇതെല്ലാം നമുക്ക് ഓവനകത്ത് വെക്കാൻ റെഡിയായി. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റഡ് ആയി, അതിനകത്തേക്ക് വെക്കുകയാണ്. ആ സമയത്ത് ഞാൻ സൈഡ് ഡിഷിന് വേണ്ട അസ്പരാഗസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഇതിനകത്ത് ഇട്ടു. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗാർലിക്ക്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഗാർലിക്ക് ചേർത്തു. അത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഈ അസ്പരാഗസ് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഞാനൊരു 2 പിഞ്ച് സോൾട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് ക്രഷ് പേപ്പർ കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്, ഒരു ചെറിയ എരിവൊക്കെ കിട്ടാൻ വേണ്ടി.
അപ്പോൾ ഇതിങ്ങനെ വെച്ച് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളും. അതിന് വേണ്ടിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഹാഫ് വേ കുക്കായിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം കൂടി മൂടി വെച്ച് അത് റെഡിയാക്കാം. കണ്ടോ, ആസ്പരാഗസ് ഓൾറെഡി റെഡിയായി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് തൂത്ത് കൊടുക്കണം. നമ്മൾ ഒത്തിരി ബ്രഷ് ചെയ്യരുത്, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഇതുപോലെ ബട്ടറും ലെമണും ഗാർലിക്കും കൂടെയുള്ള മിക്സ്. അപ്പോൾ അത് എല്ലാം മുകളിൽ മാത്രം ചേർത്താൽ മതി, അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മുകളിൽ മാത്രം ഇതുപോലെ ബ്രഷ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റോടെ ഞാൻ ഓവനകത്തേക്ക് വെക്കുകയാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് ഒരു 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇടുകയാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട്, ആവശ്യത്തിനുള്ള സോൾട്ട് ഇടണം കേട്ടോ. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡർ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്, ബ്ലാക്ക് പെപ്പർ. ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മാഷ് പൊട്ടറ്റോ പൗഡറാണ് ഇതിന് ചേർക്കുന്നത്. നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകുന്ന വരെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾക്ക് നിർത്താം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ സവർ ക്രീം ഇടുകയാണ്. ഈ സവർ ക്രീം ഇടുമ്പോഴത്തേനും നല്ലൊരു ടെക്സ്ചർ വരും, അതിന് വേണ്ടിയാണ് സവർ ക്രീം ഇടുന്നത്. പിന്നെ ഒരു നല്ല ടേസ്റ്റും ഉണ്ട്. അതിനുശേഷം ഞാനൊരു ഹാൻഡ് മിക്സ് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും നമ്മുടെ ഈ മാഷ് പൊട്ടറ്റോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഞാൻ ഈ മാഷ് പൊട്ടറ്റോയ്ക്കുള്ള ഗ്രേവി കൂടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് ഇതുപോലെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ ലോബ്സ്റ്റർ റെഡിയായി. കണ്ടോ, എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. ഷെല്ലിൻ്റെ കളറൊക്കെ മാറി നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒത്തിരി നേരം ഓവനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റബ്ബറി ടെക്സ്ചറായി മാറും. അതുകൊണ്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യരുത്. അപ്പോൾ നമുക്കിതൊരു കുറച്ച് ലെമൺ സ്ലൈസസ് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതിനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് മെൽറ്റഡ് ബട്ടർ, പിന്നെ കുറച്ച് ഗാർലിക്ക്, പാഴ്സ്ലി, ലെമൺ ജ്യൂസ്, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് അതൊരു സോസ് ഉണ്ടാക്കാം. കുറച്ച് ആസ്പരാഗസോട് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാഷ് പൊട്ടറ്റോയും ഗ്രേവിയും, ഇതെല്ലാം ആകുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് മീലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ലോബ്സ്റ്റർ ടെയിൽ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ലോബ്സ്റ്ററിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കുറച്ച് മാഷ് പൊട്ടറ്റോയും ആസ്പരാഗസ് അല്ലെങ്കിൽ ബ്രോക്കോളി, ഇങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കൂടെ വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ഡിന്നർ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.